നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചകളുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആരണ്യകാന്ഡമാണ് തുടങ്ങുന്നത്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി നടക്കുകയാണ്. നടന്ന് അവരുടെ ആശ്രമത്തിന്റെ അടുത്തെത്തി. അപ്പൊ ആ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മഹർഷിമാരെല്ലാരും ഇവരെ ആനയിച്ച് സ്വീകരിക്കുകയാണ്. അവരവിടെ ഭക്ഷണം കഴിച്ച് അന്ന് അവിടെ തങ്ങി. പിറ്റേ ദിവസം അവർ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ശബ്ദം കേൾക്കും. ഇവര് പെട്ടെന്ന് ഞെട്ടി എല്ലായിടത്തേക്കും നോക്കും. എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ശബ്ദം. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു രാക്ഷസൻ വരികയാണ്. രാക്ഷസൻ വന്നിട്ട് പറയാണ്, ഞാനാണ് വിരാധൻ എന്ന് പറഞ്ഞ രാക്ഷസൻ. ഇത് ഋഷിമാരുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നു, നിങ്ങൾ പക്ഷെ ആയുധം കൊണ്ട് നടക്കുന്നു. നിങ്ങളെയൊക്കെ ഞാൻ കൊന്നു കഴിക്കാൻ പോവാണ്. എന്നിട്ട് ഈ പെണ്ണിനെ ഞാൻ എൻ്റെ കൂടെ താമസിപ്പിക്കാൻ പോവാന്ന് പറയാണ്. എന്നിട്ട് സീതയെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് അയാൾ. അപ്പൊ അയാളുടെ കൈക്കകത്തിരിക്കാനുള്ള വലിപ്പം സീതയ്ക്കുള്ളൂ. അത്ര ഭയാനകമായിട്ടുള്ള വലിപ്പമുള്ള ഒരു രാക്ഷസനാണ്. കണ്ട പേടിയാവും. അപ്പോ സീത അലറി കരയാൻ തുടങ്ങും. അപ്പൊ വേഗം രാമൻ പറയും, മര്യാദയ്ക്ക് എന്റെ ഭാര്യയെ താഴെ നിർത്തൂ, നീ ഇവിടുന്ന് പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നു പറയാണ്. അപ്പം ലക്ഷ്മണൻ പറയും, ഏട്ടൻ ചെയ്യണ്ട, ഞാൻ ചെയ്യാം, ഞാൻ ഇവനെ കൊല്ലാന്ന് പറയാണ്. അപ്പൊ ഈ വിരാധൻ പറയാണ്, ഞാൻ ജവന്റെയും ശതഹൃതയുടെയും പുത്രനാണ്. എനിക്ക് ബ്രഹ്മാവിന്റെ എന്ന് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എന്നെ കഷ്ണങ്ങളാക്കാനോ പൊട്ടിക്കാനോ ഒരു രീതിയിലും എന്നെ കൊല്ലാൻ പറ്റില്ല ആർക്കും. ലക്ഷ്മണൻ ഉടനെ ഏട്ടനോട് ചോദിക്കാണ്, ഏട്ടൻ എന്തേ കേട്ടോണ്ടിരിക്കുന്നത്, ഇവനെ കൊന്നു കളയൂ, അതാ വേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് ഇവര് തമ്മിൽ യുദ്ധവും. ലക്ഷ്മണനും രാമനും അമ്പ ചെയ്യാൻ തുടങ്ങും. ദേഷ്യം വന്നിട്ട് ഇയാൾക്ക് തിരിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി, തിരിച്ച് ഇവരെ ആക്രമിക്കാൻ വേണ്ടി സീതയെ താഴെ വെക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ രാക്ഷസനെ മനസ്സിലാവുകയാണ്, ഒരു സാധാരണയായിട്ടുള്ള യോദ്ധാക്കളല്ല. കാരണം ഈ രാക്ഷസന്റെ ദേഹത്ത് മുഴുവൻ അമ്പ് കൊള്ളുന്നു, രാക്ഷസന് വേദന എടുക്കുന്നു, രാക്ഷസനെ അവസാനം അടിച്ച് താഴെയിടും, രാക്ഷസന്റെ പുറത്ത് കയറി രാക്ഷസന്റെ ദേഹത്ത് കുത്താനും ഒക്കെ തുടങ്ങുകയാണ് ഇവര്. അപ്പൊ ലക്ഷ്മണൻ പറയാ, ഏട്ടാ വെറുതെ വെച്ചോണ്ടിരിക്കേണ്ട, കൊന്നു കളയൂ എന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് വിരാധൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, ഇത്രയും കേവന്മാരായിട്ടുള്ള നിങ്ങൾ ആരാണ് ചോദിക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ പറയും, ഞങ്ങള് അയോധ്യ രാജ്യത്തെ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനും ആണ്. ഇത് രാമന്റെ പത്നിയായ സീതയാണെന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ വിരാധന് വല്ലാത്ത സന്തോഷമാവും. തൊഴുതോട് പറയാണ്, ഞാൻ പണ്ട് ഒരു ഗന്ധർവനായിരുന്നു. എന്റെ മുജ്ജന്മം എന്ന് പറഞ്ഞാൽ ഗന്ധർവനായിരുന്നു. എന്റെ പേര് തുമ്പുരു എന്നായിരുന്നു. കുബേരന്റെ ശാപം കിട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അന്ന് കുബേരൻ പറഞ്ഞു, ശ്രീരാമൻ എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടും, വീണ്ടും ഞാൻ ഗന്ധർവനാവും എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചിരുന്നു പറയാണ്. അങ്ങ് അവിടുന്ന് എനിക്ക് മോക്ഷം തരണം എന്ന് പറയാണ്. എന്നിട്ട് പറയും, അങ്ങ് ഇവിടുന്ന് നേരെ ശരഭംഗൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്, അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോകൂ, അദ്ദേഹം അങ്ങേ സഹായിക്കുന്നു പറയാണ്. എന്നിട്ട് ഈ രാക്ഷസനെ ശ്രീരാമൻ ലക്ഷ്മണനും കൂടി ചേർന്ന് കുഴിച്ചിടുകയാണ്. അങ്ങനെ കൊല്ലുകയാണ് രാക്ഷസൻ. അങ്ങനെ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു രീതിയിലും കൊല്ലാൻ പറ്റില്ല. അങ്ങനത്തെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അയാള് ഗന്ധർവനായി മാറി അയാള് സ്വർഗത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇവര് വീണ്ടും നടക്കുകയാണ്. ഇവർ നടന്ന് അങ്ങനെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുകയാണ്. എത്തുമ്പോ തന്നെ അവിടെ ഒരു വലിയൊരു രഥം കാണുന്നു. അപ്പൊ അവർക്ക് മനസ്സിലാവാണ്, ഈശ്വരന്മാര് വന്നിട്ടുണ്ട് അവിടെ, ഏത് ദേവന്മാര് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നോക്കുമ്പോ ഇന്ദ്രദേവനാണെന്ന് മനസ്സിലാവുകയാണ്. ഇവര് ചെല്ലുമ്പോഴേക്കും ഇന്ദ്രദേവൻ ശരഭംഗനോട് സംസാരിച്ചിട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യും. രാമനും ലക്ഷ്മണനും സീതയും വരുന്ന കാണുമ്പോൾ തന്നെ ശരഭംഗന് സന്തോഷമാവുകയാണ്. ശരഭംഗൻ തൊഴുതുകൊണ്ട് അകത്തേക്ക് കയറ്റുകയാണ്. പറയാം, ഞാൻ ബ്രഹ്മലോകത്തേക്ക് പോവാറായി, അതിനാണ് ഇന്ദ്രദേവൻ വന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വന്നത് എനിക്ക് വളരെയധികം സന്തോഷമായി. പോകുന്നതിന് മുമ്പ് അങ്ങേ കാണാൻ പറ്റിയല്ലോ എന്ന് പറയാണ് ശരഭംഗൻ. എന്നിട്ട് അപ്പം ശ്രീരാമൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പോയി താമസിക്കാൻ പറ്റിയ ഏതെങ്കിലും ആശ്രമങ്ങൾ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. പറയും, സുദീക്ഷൻ എന്ന് പറഞ്ഞൊരു ഋഷിയുണ്ട്. ഇവിടുന്ന് മന്ദാകിനി നദി വഴി പോയി കഴിഞ്ഞാൽ, ആ വഴി തന്നെ പോയി കഴിഞ്ഞാൽ അങ്ങ് ചെല്ലുമ്പോൾ ഒരു സുദീക്ഷൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ ആശ്രമമുണ്ട്, അവിടെ തങ്ങിക്കോളൂ, അദ്ദേഹം കേമനാണെന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ അനുഗ്രഹിച്ചിട്ട് ശരഭംഗ മഹർഷി നേരെ യോഗാഗ്നിയില് ദഹിച്ച് സ്വർഗത്തിലേക്ക് പോവാണ്. അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അങ്ങനെ ഇവര് വീണ്ടും പോവാണ്. സുദീക്ഷണ മഹർഷിയുടെ എത്തുകയാണ്. ഇവരുടെ വരവ് കാത്തിരിക്കുമായിരുന്നു അദ്ദേഹം. പറഞ്ഞു, ഇന്ദ്രദേവൻ എന്നെ അറിയിച്ചു നിങ്ങൾ എത്തും എന്നുള്ളത്, വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ എന്ന് പറയാണ്. അപ്പൊ ഇവരെ ആനയിച്ച് അകത്ത് കൊണ്ടുവന്ന് ഇവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കും. അങ്ങനെ സന്തോഷമായിട്ട് അന്ന് അവിടെ താമസിക്കുകയാണ്. പിറ്റേ ദിവസം ഇവര് പോവാൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോ ദക്ഷിണ മഹർഷി പറയും, ഇവിടെ തന്നെ താമസിച്ചോളൂ, വേറെ എവിടെയും പോവണ്ട,
അപ്പോൾ ശ്രീരാമൻ പറയാം, അല്ല, ഇന്നലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള മഹർഷിമാർ വന്നു. ദണ്ഡകാരണ്യത്തിലെ വേറെയും മഹർഷിമാരുടെ ആശ്രമങ്ങളുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ ചെല്ലണമെന്നത് അവരെല്ലാം അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകണം, എല്ലായിടത്തും പോകണം, ഞങ്ങൾ തിരിച്ചു വീണ്ടും ഇവിടെ വരാന്ന് പറയാണ്. സുധീഷ്ണ മഹർഷി പറയാം, എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. സുധീഷ്ണ മഹർഷിയെടുത്ത് അവർ യാത്രയാവാൻ തയ്യാറാവുകയാണ്. അപ്പം ദണ്ഡകാരണ്യത്തിലുള്ള ബാക്കിയുള്ള മഹർഷിമാർ ഇവര് യാത്ര ആവുമ്പോൾ എന്ന് പറയാണ്, ഇവിടെ ഞങ്ങൾക്ക് തപസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പൂജകൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം രാക്ഷസന്മാരുടെ ശല്യമാണ്, അങ്ങ് അവരെയൊക്കെ ഒന്ന് ഇല്ലാതാക്കി തരണം എന്ന് പറയാണ്. ശ്രീരാമൻ പറയും, ശരി, അങ്ങനെ ആവട്ടെ, ഞാനതൊക്കെ ചെയ്തോളാം, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയാണ്. അവരങ്ങനെ യാത്രയാവുകയാണ് വീണ്ടും. അപ്പോൾ സീതാദേവി പറയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? ശ്രീരാമൻ പറയും, പറഞ്ഞോളൂ. അങ്ങ് ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ആളാണ്. ഒരു ധർമ്മം ആചരിക്കുന്ന ഒരാള് 3 കാര്യങ്ങളിൽ കേമനായിരിക്കണം. എന്താന്ന് വെച്ചാൽ, ഒരിക്കലും കള്ളം പറയാൻ പാടില്ല, കള്ളം ചെയ്യാൻ പാടില്ല, അതായത് ചതി എന്ന് പറയുന്നത് അയാളുടെ മനസ്സിൽ കൂടി പോലും പോകാൻ പാടില്ല. പിന്നെ ശത്രുതയില്ലാത്ത, നമ്മളോട് ശത്രുത കാണിക്കാത്തവരെ നിഗ്രഹിക്കാതിരിക്കുക, അവരെ നശിപ്പിക്കാതിരിക്കുക. ഈ ആദ്യത്തെ 2 കാര്യം അങ്ങക്കില്ല. അങ്ങ് കള്ളവും പറയില്ല, അങ്ങ് വേറൊരു സ്ത്രീയുടെ മുഖത്തേക്കും നോക്കാറില്ല. പക്ഷെ 3ാമത്തെ കാര്യം, ഈ രാക്ഷസന്മാരാരും നമുക്കെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ എന്തിനാണ് അവരെയൊക്കെ കൊല്ലുന്നത്? അപ്പൊ ശത്രുതയില്ലാത്തവരെ കൊല്ലുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ ധർമ്മത്തിനെതിരായിട്ടുള്ള ഈ കാര്യം, ശത്രുതയില്ലാത്തവരോട് ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് സീത. സീത ഒരു കഥ പറയാണ്. പണ്ട് ഒരു മഹാഋഷി കേമനായിരുന്നു. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രദേവൻ വന്നൊരു വാള് കൊണ്ടൊന്ന് കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇതങ്ങ് കാത്തു സൂക്ഷിക്കണം എന്ന് പറയാണ്. വേഷം മാറിയാണ് ഇന്ദ്രൻ വരുന്നത്. ഈ വാള് കയ്യിൽ സൂക്ഷിക്കുകയാണ് ഈ മഹർഷി. അങ്ങനെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ വാള് കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചീത്ത ചിന്തകൾ വരികയാണ്. അദ്ദേഹം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാണ്ടായി ആ മഹാഋഷിയുടെ. അപ്പൊ സീത പറയാണ്, അപ്പൊ അങ്ങയ്ക്കും അതുപോലെ വരരുതെന്നാണ് അങ്ങ് ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ആളല്ലേ, അങ്ങ് വെറുതെ ആവശ്യമില്ലാതെ ഈ രാക്ഷസന്മാരെ കൊല്ലരുതെന്ന് പറയാണ്. അപ്പൊ രാമൻ പറയാണ്, എനിക്ക് സീത പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, ശരിയാണ് സീത പറയുന്നതൊക്കെ, പക്ഷേ ഞാൻ ഈ മഹാഋഷികൾക്ക് വാക്കു കൊടുത്തു, അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഈ രാക്ഷസന്മാർ അവരെ കൊന്നു തിന്നുകയാണ്, പിന്നെ അവരുടെ പൂജകളും അവർക്ക് നടത്താൻ പറ്റുന്നില്ല, അവരുടെ തപസ്സും അവർക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തു. അപ്പൊ എനിക്ക് എല്ലാത്തിലും പ്രധാനം എന്റെ വാക്കാണ്, അത് നടപ്പിലാക്കാതെ പറ്റില്ല എന്ന് പറയാണ്. കെട്ടിയുമ്പോൾ സീതത്തിന് തിരിച്ചൊന്നും പറയില്ല, കാരണം ശ്രീരാമന് വാക്ക് കൊടുത്താൽ അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവര് കുറച്ചു ദൂരം ഇങ്ങനെ പോയി ചെന്ന് കഴിയുമ്പോൾ ഒരു തടാകം എത്തുകയാണ്. അപ്പൊ ആ തടാകത്തിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുകയാണ്. അപ്പൊ കൂടുതൽ ഋഷിയുണ്ട്, ധർമ്മഭ്രതൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എന്താ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇതാണ് പഞ്ച അപ്സര എന്ന് പറഞ്ഞ തടാകമാണ്. മന്ദാകർണൻ എന്ന് പറഞ്ഞ ഋഷിക്ക് 5 അപ്സരസമാര് ഭായിമാരുണ്ട്. അവരെ താമസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ തടാകം. ഈ തടാകത്തിന്റെ അടിയിലാണ് അവർ താമസിക്കുന്നത്. അതാണ് ഈ തടാകത്തിൽ നിന്ന് വരുന്ന പാട്ടാണ്, അവർ പാടുന്ന പാട്ടാണ് ഈ തടാകത്തിൽ കൂടി കേൾക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് അവര് വീണ്ടും നടക്കുകയാണ്. നടന്ന് അവരെത്തി. അവര് ഓരോ ആശ്രമങ്ങളിലായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ നടന്ന് അവരന്ന് ഒരു ആശ്രമത്തിൽ തങ്ങുകയാണ്. അങ്ങനെ അവരങ്ങനെ പല ആശ്രമങ്ങളിലായിട്ട് പല ദിവസങ്ങളിൽ താമസിക്കുകയാണ്. ചിലയിടത്ത് കുറച്ച് മാസങ്ങൾ താമസിക്കും, ചിലയിടത്ത് കുറച്ച് ദിവസങ്ങൾ താമസിക്കും, ചിലയിടത്ത് കുറച്ച് വർഷങ്ങൾ താമസിക്കും. അങ്ങനെ 10 വർഷം കടന്നുപോയി. അവര് എല്ലാ ആശ്രമങ്ങളിലും ഒരു ദിവസം താമസിച്ച് അവർ തിരിച്ച് സുധീഷ്ണ മഹർഷിയെടുത്ത് എത്തുകയാണ്. അവിടെയും കുറച്ചു നാൾ താമസിക്കുകയാണ്. ഒരു ദിവസം ശ്രീരാമൻ അദ്ദേഹത്തിനോട് പറയാണ്, എനിക്ക് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകണമെന്നുണ്ട്, എങ്ങനെയാ പോവാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടുന്ന് തെക്കോട്ട് നടക്കണം. തെക്കോട്ട് നടന്ന് കുറച്ച് ദൂരം, ഒരു 4 യോജനങ്ങൾ കഴിയുമ്പോൾ അഗസ്ത്യന്റെ അനുജന്റെ ആശ്രമം എത്തും. അവിടുന്ന് കുറച്ച് തെക്കോട്ട് പോയാൽ മതി, അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം എത്തുമെന്ന് പറയാണ്. അപ്പോൾ സുധീഷ്ണ മഹർഷിയുടെ അനുവാദം വാങ്ങിച്ചവര് പിറ്റേ ദിവസം അവർ ഇറങ്ങുകയാണ്. അങ്ങനെ നടന്ന് അവര് അഗസ്ത്യ മഹർഷിയുടെ അനിയന്റെ ആശ്രമത്തിൽ എത്തുകയാണ്. അപ്പൊ എത്തുമ്പോൾ തന്നെ ശ്രീരാമൻ പറയാണ്, ഇവിടെ പണ്ട് ഈ ആശ്രമത്തിന്റെ ഇവിടെ താമസിച്ചിരുന്ന 2 വലിയ രാക്ഷസന്മാരായിരുന്നു, ഇല്വലനും വാതാപിയും. അപ്പോ ഇവര് വേഷം മാറിട്ട് വാതാപിയെ ആഹാരമാക്കി മഹർഷിമാർക്ക് ഇല്വലം കൊടുക്കുമായിരുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ കഴിച്ചു കഴിയുമ്പോൾ ഇല്വലൻ വിളിക്കും, വാതാപി പുറത്തു വാന്ന് പറയുമ്പോൾ ഈ മഹർഷിമാരുടെ വയറ് കീറി മുറിച്ചാണ് വാതാപി പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കുറെ മഹർഷിമാരെ കൊന്നു. ഒരിക്കൽ അഗസ്ത്യ മഹർഷി എത്തി. ഇതുപോലെ അഗസ്ത്യ മഹർഷിക്കും കൊടുത്തു ആഹാരം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇല്വലൻ പറയാണ്, വാതാപി പുറത്തു വാന്ന് പറയുമ്പോൾ അഗസ്ത്യ മഹർഷി പറയാണ്, വാതാപി പുറത്തു വരില്ല, അവൻ ദഹിച്ചു എന്റെ ഉള്ളിലെന്ന് പറയാണ്.
വില്ലുലന് ദേഷ്യം വരെയായിരുന്നു. വാതാപിയെ കൊന്നല്ലേ എന്ന് പറഞ്ഞ് മഹർഷിയെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് തീ വന്ന് ഈ വില്ലുലൻ ഭസ്മായി പോവാണ്. അങ്ങനെയാണ് ഇവിടെ നന്നാക്കിയത്. അത് പിന്നെ അഗസ്ത്യ മഹർഷിയുടെ അനിയനാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ അവർ ചെല്ലുമ്പോൾ തന്നെ അഗസ്ത്യ മഹർഷിയുടെ അനിയൻ അവരെ വലിയ സന്തോഷത്തോടെ ആനയിക്കുകയാണ്. ആനയിച്ചു കഴിഞ്ഞാൽ അവരവിടെ തങ്ങി പിറ്റേ ദിവസം ഒരു അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോ അഗസ്ത്യനെ കുറിച്ച് രാമൻ പറഞ്ഞു കൊടുക്കുകയാണ് സീതയ്ക്കും ലക്ഷ്മണനും. എന്ന് വെച്ചാൽ ഗന്ധർവന്മാരും ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും ഒരുപോലെ കേമനായിട്ട് കണ്ട് ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു മഹർഷിയാണ് അഗസ്ത്യൻ എന്ന് പറയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലക്ഷ്മണൻ ഓടിച്ചെന്ന് പറയാണ് അഗസ്ത്യ മഹർഷിയുടെ അടുത്ത്, രാമനും സീതയും ഏട്ടനും അടുത്ത് എത്തിയിട്ടുണ്ട്, അങ്ങയെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെന്ന് പറയാം. അപ്പൊ അഗസ്ത്യ മഹർഷി സന്തോഷത്തോടെ ഇവരെ 3 പേരെ അകത്തേക്ക് അനയിച്ചിരിക്കണം. പറയാം, ഞാൻ കാത്തിരിക്കുമായിരുന്നു നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. എന്നിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കും, ഇവരെ കഴിപ്പിക്കും ഇതൊക്കെ. അത് കഴിഞ്ഞ് ശ്രീരാമന് കുറച്ച് ആയുധങ്ങൾ കൊടുക്കുകയാണ്. ഇതിൽ വില്ല് വിഷ്ണുവിന്റെ ആണ്, പിന്നെ ഈ അമ്പുകളും വാളും ശിവന്റെ ആണ്. ഈ അമ്പുകൾ ഒരിക്കലും തീരില്ല, അങ്ങനത്തെ അമ്പുകളാണ്. പിന്നെ ഈ അസ്ത്രം ഇത് ബ്രഹ്മാവിന്റെയാണ്, ഒരിക്കലും ഇതിന്റെ ഉന്നം തെറ്റില്ല ഈ അസ്ത്രത്തിന്റെ. ഇത്രയും ആയുധങ്ങൾ അഗസ്ത്യൻ രാമന് കൊടുക്കുകയാണ്. എന്നിട്ട് അവരവിടെ തങ്ങി പിറ്റേ ദിവസം ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊന്ന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. പറയാണ്, നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നല്ല സ്ഥലമാണ്, അവിടെ താമസിച്ചോളാൻ പറയാം. അവര് പഞ്ചവടിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ചു ദൂരം എത്തിക്കഴിയുമ്പോൾ പെട്ടെന്നൊരു വലിയൊരു യുവ മുമ്പിൽ വരികയാണ്. ഇവർ പെട്ടെന്ന് ഞെട്ടും, ഇത് രാക്ഷസനാണെന്ന് വിചാരിച്ചവർ ഞെട്ടും. അപ്പോ ഈ മുമ്പിൽ വന്നൊരു വലിയൊരു പക്ഷിയുടെ രൂപമാണ്, വലിയ 2 ചിറകുകളും അതിഭീകരമായ ഒരു വലിയൊരു പക്ഷി. അപ്പോ അദ്ദേഹം തൊഴുതുകൊണ്ട് പറയുകയാണ്, എന്റെ പേര് ജടായു എന്നാണ്, ഞാൻ അങ്ങയുടെ അച്ഛന്റെ കൂട്ടുകാരനാണെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ സീതയ്ക്കും സന്തോഷമാവാണ്. ജടായു പറയും, ഇവിടെ സൂക്ഷിക്കണം, പഞ്ചവടിയിൽ നിറച്ചും രാക്ഷസന്മാരുള്ളതാണ്, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് കാവൽ നിന്നോളാം. രാമനും ലക്ഷ്മണനും പുറത്തേക്ക് പോകുന്ന സമയത്തും സീതയ്ക്ക് ഞാൻ കാവൽ നിന്നോളാം, പേടിക്കണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് അവര് സന്തോഷമായി ഇവര് വീണ്ടും നടന്ന് അവര് ഗോദാവരി നദി തീരത്ത് തന്നെയായിട്ട് ഒരു കുടില് കെട്ടി താമസിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.